ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सागररघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिवशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। कृष्ण त्वदीय पद पंकज पंजरांधम अद्वैव मे विशतु मानस राजहंस प्राण प्रयाण समये कपवात पित्ते कंठावरोधन विधो स्मरणं कुदस्ते। ഹരേ കൃഷ്ണ ആര്യം സത്സത്. നമ്മൾ മുകുന്ദമാല സ്തോത്ര 47-ാമത്തെ സ്തോത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രീമാൻ നാമ പ്രോച്യ നാരായണാഖ്യാം യേന പ്രാപുർ വാഞ്ചിതം പാപിനോപി ആനപൂർവം വാക്പ്രവൃത്തന തസ്മിൻ തേന പ്രാപ്തം ഗർഭവാസാദി ദുഃഖം. കവിരൂപ മാതാജി. हरे कृष्ण। श्रीमन्नारायणोच्य नारायणाख्यं येन प्रापुर्वाञ्छितं पापिनो अपि आनापूर्वं वाक् प्रवृत्तान तस्मिन् तेन प्राप्तं गर्भवासादिदुःखम्। निशा माताजी. श्रीमन्नाम प्रोच्य नारायणाख्यं केन प्रापुर्वाञ्छितं पापिनोऽपि हानपूर्वं वाक्प्रवर्त्तान तस्मिन् तेन प्राप्तं गर्भावसादि दुःखम्. हरे कृष्ण. अरण्य माताजी. हरे कृष्ण. श्रीमन्नाम प्रोच्य नारायणाख्यं केन प्रापुर्वाञ्छितं पापिनोऽपि हानपूर्वं वाक्प्रवृत्तान तस्मिन् तेन प्राप्तं गर्भवासादिदुःखम्. हरि बोल. എന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ വായിക്കാം. നാരായണൻ എന്ന ദിവ്യനാമം ഉറക്കെ ഉച്ചരിച്ച ഏതൊരു വ്യക്തിക്കാണ് പാപിയായാൽ പോലും ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയാതെ പോയത്? ഹാ കഷ്ടം! എന്നാൽ നാം നമ്മുടെ സംഭാഷണ ശേഷിയെ ആ വഴിക്ക് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഗർഭത്തിൽ കിടക്കുക തുടങ്ങിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നു. What person, even if most sinful, has ever said aloud the blessed name Narayana and failed to fulfill his desires? But we, alas, never used our power of speech in that way. So we had to suffer such miseries as living in a womb. എന്താണ് കുലശേഖർ ആൾവാർ പറയുന്നത്? അതായത് എത്ര പാപം ചെയ്ത വ്യക്തിയായാലും ഭഗവാൻ നാരായണന്റെ ആ നാമങ്ങൾ ഉച്ചരിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും. അത് മാത്രമല്ല, അത് ഉച്ചരിക്കാൻ നമ്മളുടെ ആ ഒരു സംസാരശേഷി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ബട്ട് വി അലാസ് നെവർ യൂസ് അവർ പവർ ഓഫ് സ്പീച്ച് ഇൻ ദാറ്റ് വേ. ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ, ഭഗവാന്റെ നാമം ജപിക്കാൻ നമ്മളുടെ സംസാരശേഷി ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതിന്റെ എന്താണ് ഭവിഷ്യത്ത്? എന്തായിരിക്കും?
we had to suffer such miseries as living in a womb. അപ്പോൾ ജന്മ മൃത്യു ജരാവ്യാധി എപ്പോഴും വീണ്ടും വീണ്ടും ഓരോ വ്യത്യസ്തമായിട്ടുള്ള യോനികളിൽ നമ്മൾക്ക് ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കേണ്ടി വരും. അത് മിസറീസ് ആണ്. ജന്മം എന്ന് പറഞ്ഞാൽ മിസറീസ് ആണ്. എല്ലാവരും വിചാരിക്കും ജന്മം, ഒരു കുട്ടി ജനിച്ചാൽ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ ആ കുട്ടി 9 മാസം, എസ്പെഷ്യലി മനുഷ്യരുടെ ഒരു സ്പെഷ്യസിൽ ജനിക്കുമ്പോൾ 9 മാസം ആ കുട്ടി അനുഭവിക്കുന്ന ദുരിതം ആർക്കും അറിയില്ല. ആ കുട്ടി മറക്കുന്നു, ജനിച്ച ശേഷം ആ കുട്ടി മറക്കുന്നു ആ 9 മാസം അനുഭവിച്ച ദുരിതം. പക്ഷെ അത് നമ്മുടെ ശ്രീമദ് ഭാഗവതത്തില് കപില മഹർഷി ദേവഹൂതിക്ക് തൻ്റെ സ്വന്തം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ദുരിതം വളരെ ദുരിതമാണ്, ഈ 9 മാസത്തെ ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നു. അപ്പോൾ ആ മിസറീസ്, ആ ദുഃഖം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അനുഭവിച്ചു വരുന്നു. അത് ഏത് യോനിയിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ മനുഷ്യ യോനി ആയിരിക്കാം, മൃഗങ്ങളുടെ ആയിരിക്കാം, പക്ഷികളുടെ ആയിരിക്കാം, മത്സ്യങ്ങളുടെ ആയിരിക്കാം, വൃക്ഷങ്ങളുടെ ആയിരിക്കാം, ഏതെങ്കിലും എല്ലാറ്റിലും അതിൻ്റെതായിട്ടുള്ള ദുഃഖം നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈവൻ എത്ര പാപം ചെയ്താലും ശരി, അത് നമ്മൾ ഭഗവാന് നാമം ജപിച്ചാൽ അതിനെ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. അതാണ് ആസ് എവർ സെഡ് allowed the blessed name നാരായണ. ഈവൻ പർപ്പോട്ടില് ഇവിടെ പറയുന്നത് സത്സ്വരൂപദാസ് ഗോസ്വാമി പറയുന്നത് അജാമിലയുടെ സ്റ്റോറിയാണ്. വായിച്ചു നോക്കാം എന്താണ്. This verse brings to mind the story of Ajamila from Srimad Bhagavatam. Ajamila was sinful, but by chanting the name Narayana, when on the verge of death, he fulfilled his ultimate desires. അത്രയും മഹാപാപിയായിട്ടുള്ള ആ അജാമിലനും കൂടി മരണസമയത്ത് നാരായണ നാമം ജപിച്ചു. അത് ഭഗവാൻ നാരായണന്റെ നാമമല്ല, തൻ്റെ മകൻ നാരായണൻ, തൻ്റെ മകനെ വിളിച്ചത്. ആ നിസ്സഹായ അവസ്ഥയില് അജാമിലൻ ആരെ ഓർത്തു? തൻ്റെ മകനെ. ഭഗവാൻ നാരായണനല്ല ഓർത്തത്. എന്നിട്ടും അജാമിലെ പെർഫെക്റ്റ് ആക്കി ഭഗവാൻ, അത്ര പാപിയായിട്ടും. അപ്പൊ നമ്മള് വളരെ ആഗ്രഹത്തോടുകൂടി തീവ്രമായിട്ട് ഭഗവാന്റെ നാമം സ്മരിച്ചാൽ അപ്പൊ എന്തായിരിക്കും സ്ഥിതി? ഇത് ഇൻഡയറക്ട്ലി ഭഗവാന്റെ നാമം ജപിച്ചിട്ട് ഇതാണെങ്കിൽ സ്ഥിതിയെങ്കിൽ, നമ്മള് ഭഗവാനോടുള്ള ശ്രദ്ധയോട് കൂടിയിട്ട്, ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് കൂടിയിട്ട് നമ്മൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എത്ര സ്പിരിച്വൽ ബെനിഫിറ്റ്സ് കിട്ടണം. അതാണ് പറഞ്ഞു തരുന്നത്. സോ സ്റ്റോറി ഓഫ് അജാമിള. അജാമിള വാസ് സിൻഫുൾ, വളരെ പാപിയായിരുന്നു. ഇനീഷ്യലി വാസ് എ ഗുഡ് ബ്രാഹ്മണ അല്ലേ, ആദ്യകാലത്ത്. പിന്നീടാണ് അദ്ദേഹം ആ വഴി തെറ്റി പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയത്. ഹി വാസ് സിൻഫുൾ, വെരി സിൻഫുൾ. പക്ഷെ അവസാന സമയത്ത് തൻ്റെ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ എന്താണ്? അന്തകാലേച്ച മാം ഏവ സ്മരൺ മുക്ത കലൈവരം യത് പ്രയാത്തസി മദ്ഭാവം യാതി നാസ്യത്ര സംശയ. മരണസമയത്ത്, നമ്മളുടെ ദേഹം വെടിയുന്ന സമയത്ത് നമ്മൾ ഭഗവാന്റെ നാമം സ്മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവത് പ്രാപ്തി കിട്ടും. യാതൊരു സംശയമില്ല, ഗ്യാരണ്ടിയാണ്. യം യം വാപ്പി സ്മരൺ ഭാവം ത്യജതന്തേ കലൈവരം തം തം എവൈതി കൗന്തയ തഥാ സദാ സദ്ഭാവ ഭാവിത. എന്താണോ നമ്മൾ ഓർക്കുന്നത് അത് നമുക്ക് വന്ന് ഭവിക്കും. ആ നേച്ചർ നമുക്ക് കിട്ടും. അതാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ എന്താണോ ഭഗവാനെ സ്മരിച്ചാൽ ഭഗവാന്റെ ധാമം കിട്ടും അല്ലേ. അല്ലെങ്കിൽ വേറെ വല്ലതും നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ജലഭരതന്റെ കഥ നമ്മളതല്ലേ പഠിപ്പിക്കുന്നത്. ഭരത മഹാരാജ, അതായത് കിങ് ഭരത, എല്ലാം വിട്ട് കാട്ടിൽ പോയത് എന്തിനായിരുന്നു? ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ മാൻ കാരണം അതെല്ലാം മറന്ന് മാനിനോടുള്ള അറ്റാച്ച്മെന്റ് കൂടി. അപ്പോൾ താൻ തൻ്റെ ദേഹം വെടിയുന്ന സമയത്ത് മാനിനായിരുന്നു സ്മരിച്ചിരുന്നത്. അതുകൊണ്ട് മാനായിട്ട് ജന്മം കിട്ടി. അതല്ലേ പറയുന്നത് ഭഗവാൻ തന്നെ, അതല്ലേ പറയുന്നത് യം യം വാപ്പി സ്മരൺ ഭാവം. എന്താണോ ദേഹം വെടിയുന്ന സമയത്ത് നമ്മൾ സ്മരിക്കുന്നത് അത് നമ്മൾ ആയിത്തീരുന്നു. ഇവിടെ ഭരത് മഹാരാജാവും അതന്നെ പറ്റിയത്. അജാമിളൻ എത്ര ഭരത് മഹാരാജാവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിവോട്ടിയാണ്. അത്രയും കാലം നല്ലൊരു രാജാവായിട്ട് രാജ്യം ഭരിച്ചു, നല്ലൊരു ഭക്തനായിരുന്നു. പിന്നെ തൻ്റെ രാജഭരണം എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട്
തൻ്റെ നല്ലൊരു കുടുംബത്തെയും നല്ല പ്രജകളെയും എല്ലാ സുവിധകളും ഉണ്ടായിരുന്നു. നന്നായിട്ട് ഭൗതിക തലത്തിൽ ജീവിക്കാൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം വിട്ടിട്ട് കാട്ടിൽ പോയത് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി. പക്ഷെ നിർഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു? അവിടെ ഒരു മഹാനായിട്ടുള്ള, അപ്പോൾ ആ അറ്റാച്ച്മെന്റ് എല്ലാം വിട്ടിട്ടാണ് വരുന്നത്. തൻ്റെ സ്വന്തം കുടുംബത്തിനോടും പ്രജകളോടുള്ള അറ്റാച്ച്മെന്റ് വിട്ടിട്ട്, എല്ലാ ആർഭാട ജീവിതം എല്ലാം വിട്ടിട്ട് ഇവിടെ ചെറിയൊരു മാൻകുട്ടിയോട് അറ്റാച്ച്മെന്റ് ആയി. അപ്പൊ ആ അറ്റാച്ച്മെന്റ് വരാനുള്ള കാരണം എന്താണ്? ഈ ഭാവ സ്റ്റേജിലായിരുന്നു ഭരത് മഹാരാജാവ്. ഓക്കെ, ആദോ ശ്രദ്ധ തഥാ സാധുസംഗ ഭജനക്രിയ അനർത്ഥ നിവൃത്തി നിഷ്ഠാരുചി ആസക്തി ഭാവ പ്രേമ. ഒക്കെ പ്രേമത്തിന്റെ ഒരു സ്റ്റേജ് പിന്നിലായിരുന്നു. ആൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. ആ ഭാവ പ്ലാറ്റ്ഫോമിൽ നിന്ന് പതനം സംഭവിച്ചു അല്ലേ? എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു ഡിവോട്ടി ആയിട്ടും എന്തുകൊണ്ട് പതനം സംഭവിച്ചു? എന്താണ് ഭരത മഹാരാജാവിന് തെറ്റ്? എവിടെയാണ് തെറ്റ് പറ്റിയത്? അറ്റാച്ച്മെന്റ് ആയിരുന്നോ തെറ്റ്? അതോ വേറെ എന്താണ് തെറ്റ്? മാനില് അറ്റാച്ച്മെന്റ് വെച്ചിട്ടല്ലേ പ്രഭു? മാനിലെ അറ്റാച്ച്മെന്റ്. പക്ഷെ അതിനുള്ള കാരണം എന്താ? ആ അറ്റാച്ച്മെന്റിന്റെ കാരണം ഭരത മഹാരാജാവിന്റെ എവിടെ പഴച്ചു? പ്രഭു വല്ല പൂർവ്വകാല വല്ല കർമ്മ ഇതുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അല്ല, പൂർവ്വകാലം ഒന്നല്ല. ഇത് ഭഗവാൻ അദ്ദേഹത്തിന്റെ ഭഗവാൻ തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത ഒരു ലീലയാണ്. പക്ഷെ എങ്കിലും കൂടിയിട്ട് അത് ഭരത മഹാരാജാവിനെ ഉപയോഗിച്ചത് മാത്രം, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എങ്കിലും എന്താണ് മാനിനോട് മാനിനോട് അറ്റാച്ച്മെന്റ് കൂടുമ്പോ ഭഗവാന്റെ നാമങ്ങള് കുറച്ച് കുറയും, സ്മരിക്കല്. അതുകൊണ്ടല്ലേ പ്രഭു? അപ്പൊ ഇത് ഭഗവാന്റെ ഭക്തിയിൽ കുറച്ച് വീഴ്ച സംഭവിച്ചു. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചത്. അങ്ങനെ വീഴ്ച സംഭവിക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, അറ്റാച്ച്മെന്റ് കൂടുതലായി. ഓക്കെ, അപ്പോ അറ്റാച്ച്മെന്റ് കൂടുതലായി. അതിനുള്ള കാരണം അതൊന്ന് ശരിക്കും പിന്തിരിപ്പിക്കാൻ അദ്ദേഹത്തിന് അസോസിയേഷൻ ഉണ്ടായിരുന്നില്ല, ഗൈഡ് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല, സത്സംഗം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ എത്ര നല്ല വലിയ ഭക്തനാണെങ്കിലും ശരി, ഒരു തെറ്റ് ചെയ്യാൻ എനിക്കും പ്രവണത ഉണ്ടായിരിക്കും. അപ്പോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യാൻ എനിക്കൊരു സീനിയർ ആൾ വേണം, എനിക്കൊരു മെന്റർ വേണം, ഒരു കൗൺസിലർ വേണം അല്ലേ? അപ്പൊ അതില്ലാതെ പോയി, അവിടെ സത്സംഗം ഇല്ലാതെ പോയി. അപ്പൊ അവിടെ അറ്റാച്ച്മെന്റ് വന്നു. അത് ഇനീഷ്യലി ആ മാനിനെ രക്ഷിച്ചു, പിന്നെ മാനിനെ അതിന്റെ വഴിക്ക് വിടണം. പിന്നെ അതിനോട് ആസക്തി പാടില്ലായിരുന്നു. മാൻകുട്ടിയെ രക്ഷിക്കുന്നത് കടമ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നീട് അതിനോട് അറ്റാച്ച്മെന്റ് വരുന്നതാണ് പ്രശ്നം വന്നത്. അപ്പൊ അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് ആരും അവിടെ സുപ്പീരിയർ ആയിട്ട് ആരുണ്ടായിരുന്നു? സത്സംഗം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, എപ്പോഴും നമുക്ക് സത്സംഗത്തിലിരിക്കണം. ഒറ്റയ്ക്ക് ഇരുന്നാൽ പ്രശ്നമാണ്. എന്താണ് പറയുന്നത്? ഒരു സ്ഥാനത്ത് ആരും ഇല്ലായിരുന്നല്ലേ? അതാ അസോസിയേഷൻ ആരും ഉണ്ടായിരുന്നില്ല. തനിക്ക് ഗൈഡൻസ് കൊടുക്കാനും ഗൈഡൻസ് ചോദിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഴ്ച സംഭവിച്ചു. അതുകൊണ്ട് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നില്ല, അതിനെ കറക്റ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കായിരുന്നു. അസോസിയേഷൻ പ്രഭാത പറയാറുണ്ട്, ഒരു വടി അതിനെ ബ്രേക്ക് ചെയ്യാൻ ഈസിയാണ്, ഒരു ബഞ്ച് ഓഫ് സ്റ്റിക്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പൊ എപ്പോഴും നമ്മൾ അസോസിയേഷന്റെ കീഴിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉത്തമ ഭക്തിയിൽ ഉണ്ടായിരിക്കണം, ഒരിക്കലും വീഴില്ല, ഉത്തമാധികാരി ലെവലിലായിരിക്കണം. അപ്പോൾ നമുക്കും ഒരു പാഠമാണ് ഇത്. അതായത് നമ്മൾ ഒറ്റയ്ക്ക് എനിക്കെല്ലാം അറിയാം, ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്ക് പക്വത വന്നിട്ടുണ്ട്, എനിക്ക് ഒരിക്കലും വീഴ്ച വരില്ല, അങ്ങനെയുള്ള ആ ഒരു ഫോൾസ് പ്രൈഡ് ഇല്ലേ, അത് വരാൻ പാടില്ല. അത് തലയ്ക്ക് കയറിയ പോയി. അതാണ് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് ശ്രീ പ്രഭാതോട് ഒരിക്കലും ചോദിക്കണ്ടായി, പ്രഭാത നമുക്ക് എന്തിനാ അസോസിയേഷന്റെ ആവശ്യം? പ്രഭാത
ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വായിച്ച് നമുക്ക് അത് പ്രകാരം ജീവിച്ചാൽ പോരെ. എന്തിനാ അസോസിയേഷൻ ആവശ്യം? പ്രഭുപാദ തമാൽ കൃഷ്ണ ഗോസ്വാമിയുടെ കൈ പിടിച്ചിട്ട് ഒന്നും ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഹു വിൽ ഡു ദിസ് ടു യു? വിൽ ദ ബുക്ക് ഡു? പുസ്തകം കൈ പിടിച്ച് തിരിക്കുക. അതായത് വെൻ വി ഗോ റോങ്, നമ്മളെ എന്തെങ്കിലും തെറ്റായി പ്രവർത്തിക്കുമ്പോൾ ആര് നമ്മളെ കറക്റ്റ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. പുസ്തകം നമ്മളെ കറക്റ്റ് ചെയ്യോ? ഇല്ല. ആരാ നമ്മളെ കറക്റ്റ് ചെയ്യുക? ഡിവോട്ടീസ്. അപ്പൊ ഡിവോട്ടി അസോസിയേഷൻ മസ്റ്റാണ്. പുസ്തകത്തിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം അറിയാം. പക്ഷെ അത് നമ്മൾ തെറ്റായി ഗ്രഹിച്ച് അത് പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആര് നമ്മളെ കറക്റ്റ് ചെയ്യും? ആര് നമ്മളെ നല്ല വഴിക്ക് നയിക്കും? അപ്പൊ അതുകൊണ്ട് അസോസിയേഷൻ ഈസ് എ മസ്റ്റ്. അതാണ് ഭരത് മഹാരാജനെ അവിടെ ശരിയാ. അത് ഭരത് മഹാരാജന്റെ പ്രശ്നമല്ല. ഭരത് മഹാരാജാവിനെ ഭഗവാൻ ലീലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു മതി. സോ അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്രേഷൻ അതെല്ലാം ഈ ലീലകള നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ പരിസ്ഥിതിയില് ഒരു ശുദ്ധ ഭക്തനായിട്ടുള്ള ഭരത് മഹാരാജാവിനെ കൊണ്ടേ വിട്ടു മാത്രമേ ഉള്ളൂ, നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ അയ്യോ അവരങ്ങനെ അവർ വീണു നിലം പതിച്ചു അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ലീലകൾ കാണിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു സ്ഥിതി നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം, ഈ സിറ്റുവേഷനെ, ഇത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഭരത് മഹാരാജ് അങ്ങനെ വീഴുന്ന വ്യക്തിയല്ല, ഭാവ സ്റ്റേജിൽ വീഴുന്നില്ല. ഭഗവാന്റെ ശുദ്ധ ഭക്തനും കൂടിയാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞാൽ ഈവൻ നമ്മൾ അത്രയും ഒരു അഡ്വാൻസ് സ്റ്റേജിൽ എത്തിയാലും കൂടിയും ചാൻസസ് ടു ഫാൾ ഡൗൺ ഉണ്ട് എന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ലീലകൾ. അപ്പോൾ അതാണ് ഇവിടെ ഭരത് മഹാരാജാവിന്റെ. അപ്പൊ ഇത്രയും ആ സ്റ്റേജിൽ നിന്ന് വീഴാന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായിരിക്കും? അത്രയും പാപം ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥിതി എന്തായിരിക്കും? പക്ഷേ നല്ലൊരു ഡിവോട്ടി, ഇവിടെ അജാമിളൻ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തു. അദ്ദേഹത്തിന് എന്തായി? അദ്ദേഹം ഭഗവാന്റെ അതേ പേര് തന്റെ മകനിട്ടത് കാരണം നാരായണ എന്ന് വിളിച്ചു. തന്റെ മകനെ വിളിച്ചു. നിസ്സഹായ അവസ്ഥയിലായിരുന്നു, ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു. ആ സമയത്ത് എപ്പോഴും എന്താവശ്യമെങ്കിലും നാരായണ നാരായണ നാരായണൻ തന്നെ വിളിക്കുക. അപ്പൊ അദ്ദേഹം വെടിയുന്ന സമയത്തും ഈ നാരായണൻ തന്നെ മകനെ വിളിച്ചു. പക്ഷെ അവിടെ വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും വന്നിട്ട് വഴക്കായി. ആർക്കാണ് അധികാരം? ഈ അജാമലുടെ ആത്മാവിന്റെ അധികാരം ആർക്കാണ്? വിഷ്ണുദൂതന്മാർ പറഞ്ഞു നാരായണന്റെ പേരെടുത്തിട്ട്, ഭഗവാന്റെ പേരെടുത്തിട്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വിട്ടുതരില്ല, ഞങ്ങൾ കൊണ്ടുപോകാം. അപ്പൊ യമപാശം ഖണ്ഡിക്കുകയാണ് ചെയ്ത്. അവർ തമ്മിൽ ആർഗ്യുമെന്റ് വന്നു, ഡിബേറ്റ് വന്നു. വിഷ്ണുദൂതന്മാരെ തോൽപ്പിച്ചു. ന 4 സിലബിൾസ്. അതുകൊണ്ട് എത്ര വിഷ്ണുദൂതന്മാർ വന്നു? 4 വിഷ്ണുദൂതന്മാർ വന്നു. എന്നിട്ടാണ് അദ്ദേഹത്തിനെ ആ യമപാശത്തിൽ നിന്ന് മോചിപ്പിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് ഉടനെ മുക്തി കിട്ടിയോ? അജാമിളയ്ക്ക് ഉടനെ മുക്തി കിട്ടിയോ? എന്താണ് സംഭവിച്ചത്? അറിയില്ല. പറഞ്ഞിട്ടുണ്ട്, പലതവണ പറഞ്ഞിട്ടുണ്ട്. അജാമിളയ്ക്ക് സെക്കൻഡ് ചാൻസ് കിട്ടി. പ്രഭാതർ ബുക്ക് വായിച്ചിട്ടില്ലേ? സെക്കൻഡ് ചാൻസ്, ചെറിയ ബുക്ക്. സെക്കൻഡ് ചാൻസ്, രണ്ടാമത്തെ ഒരു ചാൻസ്, 2-ാം ഊഴം. 12 വർഷം ഹരിദ്വാറിൽ ചെന്ന് നാമജപം ചെയ്ത് പ്യൂരിഫൈ ആയതിനു ശേഷം ഭഗവാന്റെ ധാമിലേക്ക് പോയി. ആണ് സെക്കൻഡ് ചാൻസ്. അപ്പൊ തന്നെ കൊണ്ടുപോയില്ല, കാരണം അപ്പോ കണ്ടാമിനേറ്റഡ് ആണ് അജാമിള, പ്യൂരിഫൈ ആയിട്ടില്ല. അപ്പൊ പ്രഭു 12 കൊല്ലം പിന്നെ ജീവിച്ചോളാം. അതെ, 12 കൊല്ലം ഹരിദ്വാറിൽ പോയിട്ട് നാമജപം ജപിച്ച് പൂർണ്ണ പക്വതയിലെത്തിയപ്പോ, കംപ്ലീറ്റ് സ്പിരിച്വൽ മെച്യൂരിറ്റി എത്തിയ ശേഷം അദ്ദേഹത്തിന് ഭഗവാൻ കൊണ്ടുപോയി ധാമിലേക്ക്. അതാണ് സംഭവിച്ചത്. അപ്പൊ ഈവൻ നമുക്കും അങ്ങനെ ഈ ലൈഫിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടും.
പക്ഷെ ആ സെക്കൻഡ് ചാൻസ് ആവണം. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് പറഞ്ഞാൽ പിന്നെ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നമ്മള് ഉയരത്തിലോട്ട് പോവില്ല. മനസ്സിലാക്കി? അത് അങ്ങനെയാണ് അജാമിളയ്ക്ക് സെക്കൻഡ് ചാൻസ് കിട്ടിയത്. ആ പുസ്തകം വായിച്ചാൽ അറിയാം. അജാമിളുടെയും ചിത്രകേതു മഹാരാജാവിന്റെയും പിന്നെ ആരുടെ ഒരു സ്റ്റോറി, 3 സ്റ്റോറിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ചാൻസ് അതിലെ 3 സ്റ്റോറി എഴുതുന്നുണ്ട്. ഒന്ന് പിന്നെ ഗജേന്ദ്രന്റെ ആയിരിക്കും ചിലപ്പോ, തോന്നിക്ക് ഓർമ്മയില്ല എക്സാക്ട്ലി. ഒന്ന് ചിത്രകേതുവിന്റെ, ഒന്ന് അജാമിളുടെ, ഒന്ന് ഗജേന്ദ്രനായിരിക്കണം മിക്കവാറും. എന്തായാലും ആ പുസ്തകം വായിച്ചു നോക്കും. ഹരിദ്വാറിലെ പോയല്ലേ? ഹരിദ്വാറില് അവിടെ പറയുന്നത്, in the following quotation from Bhagavatam, Lord Vishnu's servants explained to the servants of Yamaraja, the Lord of Death, why Ajamla is not a fit candidate for punishment. അതായത് വിഷ്ണു ദൂതന്മാര് യമദൂതന്മാരോട് പറയാണ്, എന്തുകൊണ്ട് അജാമിളൻ ശിക്ഷയ്ക്ക് അർഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നാരായണനാമം ജപിച്ചു. ഭഗവാൻ പ്രോമിസ് കൊടുത്തിട്ടുണ്ട്, അന്തകാലേച്ച മാം ഏവ സ്മരൻ മുക്തോ കലൈവരൻ. അതായത് ദേഹം വെടിയുന്ന സമയത്ത് എന്നെ ആര് സ്മരിക്കുന്നു അവന് തിരിച്ച് ഇവിടെ വരേണ്ടി വരില്ല. അപ്പോ അങ്ങനെ രക്ഷിച്ചില്ലെങ്കിൽ ഭഗവാന്റെ വാക്കിന് വിലയില്ലാതെയും അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ലോർഡ് വിഷ്ണു സെർവന്റ് എക്സ്പ്ലെയിൻഡ് to the servants of Yamaraja, the Lord of Death, why Ajamla is not a fit candidate for punishment. ഭഗവാന്റെ പ്രോമിസ് ആണത്. അല്ലെങ്കിൽ ആ ഭഗവാന്റെ പ്രോമിസിന് എന്ത് വില? നാരായണൻ നാമം നാരായണൻ തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നുണ്ട്. നാമം നാമി, യാതൊരു വ്യത്യാസമില്ല. നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനോ. അഭിന്നത്വം, ഒരു ഭിന്നമില്ല നാമവും നാമിയും തമ്മിൽ. അപ്പൊ അതുകൊണ്ട് ആ നാരായണനെ വിളിച്ചാൽ, അത് ഭഗവാൻ നാരായണനെ ഉദ്ദേശിച്ചോട്ടെ, മകൻ നാരായണനെ ഉദ്ദേശിച്ചോട്ടെ, ആരെ ഉദ്ദേശിച്ചോട്ടെ, പക്ഷെ നാരായണൻ എന്ന പേരും നാരായണൻ എന്ന ഭഗവാൻ തമ്മിലും യാതൊരു വ്യത്യാസമില്ല. അഭിന്നത്വം നാമനാമിനോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ വരിഞ്ഞു കെട്ടി കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് അതിന് അധികാരമില്ല, അവന് ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ ശേഷം യമദൂതന്മാരെ യമരാജാവിന് ചെന്നിട്ട് കംപ്ലൈന്റ് പറയാണ്, ഞങ്ങൾ വിചാരിച്ചു ഇത്ര കാലം അങ്ങാണ് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ. ഇപ്പൊ ഞങ്ങളുടെ ഈ സ്റ്റോറി എല്ലാം പറഞ്ഞു കൊടുത്ത് 4 തേജസ്വിയായിട്ടുള്ള ആൾക്കാർ വന്ന് ഞങ്ങളെ തടഞ്ഞു. ഈ പാപിയായിട്ടുള്ള അജാമിളുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. തർക്കമുണ്ടായി. ആ തർക്കത്തില് ഞങ്ങളെ തോൽപ്പിച്ചു. ഞങ്ങൾക്ക് ഉത്തരം മുട്ടി, ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ദയവ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണം, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് മുകളിലും ആരുണ്ടോ. അപ്പോ യമരാജാവിന് ശരിക്കുള്ള ഒരു അവസരം കിട്ടി വിഷ്ണുവിനെ പറ്റി പറയാൻ, നാരായണനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവർക്ക് ഒരു താക്കീത് കൊടുത്തു. ആർക്ക്? യമദൂതന്മാർക്ക്. ഇനി മുതൽക്ക് എവിടെ ഭഗവത് നാമം ജപിക്കുന്നുവോ അവിടെ നിങ്ങൾ പോകാൻ പാടില്ല. അവിടെ നിങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അല്ല. എവിടെ കണ്ഠിമാല, തുളസി കണ്ഠിമാല ധരിച്ചിട്ടുണ്ടോ, എവിടെ തിലകുണ്ടോ, എവിടെ ഭഗവാന്റെ നാമ ഉച്ചാരണമുണ്ടോ അവിടെയൊന്നും നിങ്ങളുടെ പ്രവേശനം പാടില്ല. നിങ്ങൾക്ക് അവിടെ എൻട്രി ഇല്ല. ആ ഏരിയ നിങ്ങൾക്ക് പറഞ്ഞതല്ല എന്ന് താക്കീത് കൊടുക്കും. അതുകൊണ്ടാണ് നമ്മള് ഭഗവാന്റെ ആ നിർദ്ദേശപ്രകാരം നമ്മൾ നാമം ജപിച്ച് കണ്ഠിമാല ധരിച്ച് തിലകെല്ലാം ധരിച്ച്, തിലക് എന്ന് പറഞ്ഞാൽ 12 സ്ഥലത്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഭഗവത് നാമം കൊണ്ട്, അല്ലേ? അപ്പോ ഏതൊരു വ്യക്തിയാണോ ഇതെല്ലാം ചെയ്യുന്നത് ആ സ്ഥലത്ത് യമദൂതന്മാര് ഒരിക്കലും വരില്ല. കാരണം യമരാജാവ് യമകിങ്കരന്മാരെ യമദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ആ സ്ഥലം നിങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമാണ്,
അതുകൊണ്ട് അവിടെ ഒരിക്കലും പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നാമജപം ഇത്രയും വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഭഗവത് പ്രാപ്തി കിട്ടിയില്ലെങ്കിൽ കൂടിയിട്ട് യമലോകത്തില് പോകേണ്ട ആവശ്യം വരുന്നില്ല, നരകത്തിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കെന്ത് അറ്റ്ലീസ്റ്റ് വീണ്ടും ഒരു മനുഷ്യ ജന്മം കിട്ടും, വീണ്ടും ഒരു മനുഷ്യ ജന്മം കിട്ടും. അപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ പ്രഭു, പറയൂ. പിന്നെ അപ്പൊ എന്തുകൊണ്ട് അജാമിളിന് സെക്കൻഡ് ചാൻസ് കൊടുത്തു? ഫസ്റ്റിൽ തന്നെ മുക്തി കൊടുക്കണ്ടതല്ലേ? മുക്തി കൊടുക്കാൻ അദ്ദേഹം പ്യൂരിഫൈ ആയിട്ടില്ല. അതുകൊണ്ടല്ലേ? അദ്ദേഹം പ്യൂരിഫൈ ആയിട്ടില്ല. പ്യൂരിഫൈ ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ കണ്ടാമിനേറ്റഡ് ഇതാണ്, കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ അതിനെ നാമം കൊണ്ട് പ്യൂരിഫൈ ചെയ്യണം. 12 വർഷം നാമം ജപിച്ചിട്ട് പ്യൂരിഫൈ ആയിട്ട് അതിന് യോഗ്യത കിട്ടിയപ്പോ അദ്ദേഹത്തിനെ കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഭഗവാന്റെ പേര് വിളിച്ചു, അത് ഓർമ്മിച്ച് സ്മരിച്ചിട്ട് നമ്മളുടെ ദേഹം വിട്ടാലും ശരി, നമ്മളുടെ കോൺഷ്യസ്നെസ് പ്യൂർ അല്ലെങ്കിൽ നമുക്ക് പോവില്ല. പാപങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ പോവില്ല, നമുക്ക് വീണ്ടും സെക്കൻഡ് ചാൻസ് കിട്ടും. ഭഗവാന്റെ ഉറപ്പാണ്. അപ്പൊ എന്താ, ഇപ്പോ നമുക്ക് ആ സെക്കൻഡ് ചാൻസ് കിട്ടുമ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്തിട്ടുള്ള അപരാധങ്ങളും പാപങ്ങളും അതിന്റെ ആ വാട്ട് യു കോൾ ഇന്റൻസിറ്റി, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി നമ്മൾ എല്ലാം നിർത്തിയിട്ട് ഇപ്പൊ എങ്ങനെ അജാമിളൻ ചെയ്തോ അതിൽ പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പണം ചെയ്തിട്ട് നമ്മൾ ഭഗവത് സേവ ചെയ്തിട്ട് പോകാൻ തയ്യാറാവും. അതാണ് പറയുന്നത്. സെക്കൻഡ് ചാൻസ് കിട്ടിയ പക്ഷെ നമുക്ക് വരണ്ടേ, ഇത് ചെയ്തത് കൊണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവോ? സെക്കൻഡ് ചാൻസ് കിട്ടിയാൽ നമുക്ക് ഈ സംഭവം ഓർമ്മയില്ലല്ലോ. അതല്ല, ഭഗവാന്റെ മേഴ്സി ഉണ്ടാവും. ഭഗവാന് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ത് വേണം ചെയ്യും. അപ്പോ ഭഗവാന്റെ മേഴ്സി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോ അഥവാ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ അത്ര പാപം ചെയ്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു മനുഷ്യജന്മം തരും. നല്ലൊരു കുടുംബത്തിലെ, ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയുടെ, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ ഫാമിലി, ഒരു ഡിവോട്ടി ഫാമിലിയുടെ, അവിടുന്ന് നമുക്ക് വീണ്ടും ഭക്തി ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഭഗവാൻ അതിന് വേണ്ടുന്ന അറേഞ്ച്മെന്റ് എല്ലാം എടുക്കും. അത് നമ്മുടെ തലവേദനയല്ല. നമുക്ക് എന്താണ്, ഭഗവാൻ നാമം ജപിക്കുക, അത്രേ വേണ്ടൂ. Okay. Well, at the time of his death, this Ajamila helplessly and very loudly chanted the holy name of Lord Narayana. That chanting alone has already freed him from the reactions of sinful life. Therefore, O servants of Yamaraja, do not try to take him to your master for punishment in hellish condition. ഇത് ആരോട് പറയുന്നു? വിഷ്ണു ദൂതന്മാരെ യമദൂതന്മാരോട് പറയാണ്. അതായത് അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് യമലോകത്തിലേക്ക്, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. Ajamila had chanted indirectly, calling out the name of his son, but because he uttered the holy name Narayana, he was saved from hell. നരകത്തു നിന്ന് അദ്ദേഹത്തിനെ രക്ഷിച്ചത് നാരായണൻ എന്നുള്ള ആ നാമം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ എല്ലാം ഭഗവാന്റെ പേരുകൾ ഇടുന്നത്. അറ്റ്ലീസ്റ്റ് ഭഗവാന്റെ പേര് ഇങ്ങനെ ഒരു ബൈ ആക്സിഡന്റ് എങ്ങനെ അജാമിളൻ തന്റെ മകനെ ഓർത്തുവോ, അതേപോലെ നമ്മളും ആ സമയത്ത് വെള്ളം കിട്ടാതെ പ്രാണൻ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിളിക്കും, അവരുടെ പേര് ഭഗവാന്റെ പേരാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് പിങ്കി, ഡിങ്കി, കിങ്കി എന്നൊന്നും വയ്ക്കാൻ പാടില്ല. നാരായണൻ, കൃഷ്ണൻ, രാമൻ എന്നൊക്കെ വയ്ക്കുക മക്കൾക്കും. അങ്ങനെയെങ്കിലും നമ്മള് ഇൻഡയറക്ട്ലി എങ്കിലും. So his accidental chanting of the holy name therefore awakened his original desire to serve the Lord. എന്താണ് പറയുന്നത്? ഹിസ് accidental chanting, ഡയറക്ട്ലി ഇൻഡയറക്ട്ലി തന്റെ മകനെ വിളിച്ചത്, therefore awakened his original desire. കാണിച്ചാൽ അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു, അദ്ദേഹം ഭഗവാന്റെ സേവനം
അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, നാമം ചൊല്ലുന്ന വ്യക്തിയായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഡിസയർ, ടു സേർവ് ദ ലോർഡ്. നിർഭാഗ്യവശാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ചെന്നുപെട്ടു. ഇങ്ങനത്തെ ഒരു സ്വഭാവം പിന്നീട് വന്നു ചേർന്നാണ്. Even if even an extremely sinful person like Ajamila could be saved by chanting the name Narayana indirectly, then no one else should fail to achieve his utmost desires by chanting the blessed name of Narayana. Even ആ തലത്തിലുള്ള പാപിയായിട്ടുള്ള അജാമിളയ്ക്ക് ഇങ്ങനത്തെ ഒരു അവസരം ലഭിക്കുമെങ്കിൽ അപ്പൊ ശരിക്കും ഭഗവാനെ ശ്രദ്ധയോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് ഭഗവാന്റെ നാമം ചൊല്ലുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. King Kulashekara speaks on behalf of all those who forget to chant the holy names. കുലശേഖര ആൾവാർ നമുക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരുന്നത്. കുലശേഖര ആൾവാറും നല്ലൊരു ഭക്തനാണ്. പക്ഷേ ആ കുലശേഖര ആൾവാറും തൻ്റെ സ്ഥാനം നമ്മളെപ്പോലുള്ള ഒരു വ്യക്തി ആയിട്ട് കണക്കാക്കാണ്. These verses are meant for all of us who are missing the opportunity of achieving perfection through chanting. നമുക്ക് വേണ്ടിയിട്ടാണത്. കാരണം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നാമം ജപിക്കുന്നില്ല. നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, പക്ഷെ പെർഫെക്ഷൻ ഇല്ല. നാമാപരാധം, നാമാഭാസം, ശുദ്ധനാമം. ഇന്ന് 3 തരത്തിലുള്ള ജപമാണുള്ളത്. ആദ്യം ഇനീഷ്യൽ സ്റ്റേജില് നാമാപരാധം, ഒരുപാട് അപരാധങ്ങൾ ചെയ്യും നാമം ജപിക്കുമ്പോൾ, അല്ലേ? അത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് നാമാഭാസം, ക്ലിയറിംഗ് സ്റ്റേജ് ആണ്. പിന്നെ ശുദ്ധനാമം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇൻട്രോസ്പെക്ട് ചെയ്യുക, നമ്മൾ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. നാമ അപരാധ സ്റ്റേജിലാണോ, നാമ ആഭാസ സ്റ്റേജിലാണോ, അതോ ശുദ്ധനാമ സ്റ്റേജിലാണോ? ശുദ്ധനാമ സ്റ്റേജിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ജന്മം ഉണ്ടാവില്ല. നാമ അപരാധ സ്റ്റേജിലാണെങ്കിൽ എത്ര ജന്മം ഉണ്ടാവും പറയാൻ പറ്റില്ല. നാമ ആഭാസാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയറിംഗ് സ്റ്റേജാണ്, കുറച്ചും കൂടി ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ അജാമിളന്റെ ആദ്യകാലം ജീവിതം നല്ലൊരു ജീവിതമായിരുന്നു. പിന്നീടാണ് ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള വഴി കൂടെ പോയത്. പക്ഷെ നമ്മള് ചാൻഡ് ചെയ്യുന്നുണ്ട്, അപരാധങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടാവും, അല്ലെ? 10 അപരാധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഭഗവാൻ കൃഷ്ണനാണ് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ എന്നുള്ള വിശ്വാസം പല ആൾക്കാർക്കും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഉണ്ടാവില്ല പറയാൻ? നമ്മൾ നാമം ജപിക്കുന്നുണ്ട്. എന്തുകൊണ്ടില്ല? കാരണം ഇപ്പോഴും നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ, ആ ദേവിയെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ, ഈ ദേവനെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് വല്ല എന്തെങ്കിലും അനർത്ഥമുണ്ടാവുമോ എന്നുള്ള പേടി കാരണം അവിടെയും വഴിപാട്, ഇവിടെയും വഴിപാട്, അവിടെയും പൂജ, ഇവിടെയും പൂജ. തെറ്റല്ല, പക്ഷേ ഒരു ശുദ്ധഭക്തന് അത് അതിൻ്റെ ആവശ്യമില്ല. അതായത് നമുക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഈ ഇൻസ്ട്രക്ഷൻസിൽ വിശ്വാസമില്ല എന്നർത്ഥം. ഓക്കെ, അപ്പൊ അത് അപരാധമാണ്. കാരണം നമുക്ക് വിശ്വാസമില്ല. നമ്മൾ ചാൻഡ് ചെയ്യണ്ടില്ല എന്ന് പറയില്ല, ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമുക്ക് പേടിയാണ്. അവിടെ പൂജ ചെയ്തില്ലെങ്കിൽ, ഇവിടെ പൂജ ചെയ്തില്ലെങ്കിൽ, ആ റിച്വൽ ചെയ്തില്ലെങ്കിൽ, ഈ റിച്വൽ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് ഞാൻ അതും ചെയ്യും, ഇതും ചെയ്യും. അപ്പൊ ആ പൂർണ്ണ ശുദ്ധഭാവത്തിലേക്ക്, ശുദ്ധ സാത്വിക സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ നമ്മള് നാമാഭാസം, നാമാപരാധം, നാമാഭാസം, ശുദ്ധനാമത്തിലേക്ക് എത്തിയാൽ മാത്രമാണ് ഭഗവാൻ അല്ലാണ്ട് എനിക്ക് ആരുമില്ല. രാമാനുജാചാര്യര് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഭഗവാൻ നാരായണൻ അല്ലാണ്ട് എനിക്ക് ആരുമില്ല. ഈസ് മൈ ഹസ്ബൻഡ്, ഈസ് മൈ മാസ്റ്റർ, ഈസ് മൈ ഫാദർ, ഈസ് മൈ മദർ, ഈസ് മൈ എവരിതിങ്. He never goes here and there. എവിടെയും പോവില്ല. I'm totally sold to Narayana. Why should I go to somebody else? അതാണ് ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിലും മറ്റ് ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത്. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. അന്യാഭിലാഷ, അങ്ങനെ അന്യാഭിലാഷ പാടില്ല. ആണെങ്കിൽ അത് ശുദ്ധഭക്തിയല്ല.
ആ ശുദ്ധഭക്തിയിലേക്ക് വന്നാൽ മാത്രമേ ഭഗവാൻ നമ്മളുടെ ആ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് പിടിച്ചിട്ടിരിക്കുള്ളൂ, നമ്മളെ നാവിഗേറ്റ് ചെയ്യുള്ളൂ. എങ്ങനെ അർജുനന്റെ തേരിനെ ഭഗവാൻ നയിച്ചുവോ അതേപോലെ നമ്മളുടെ മനസ്സാകുന്ന ആ തേരിനെ, രഥത്തിനെ ഭഗവാൻ നയിക്കും. പക്ഷെ നമ്മളതിന് വിട്ടുകൊടുക്കണം, സമ്മതിച്ചു കൊടുക്കണം. നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം ഞാൻ നോക്കിക്കോളാം എൻ്റെ കാര്യങ്ങളെ. ഐ ആം ദ ഡൂവർ. ഞാനാണ് ഇതെല്ലാം, ഇതിന്റെ കർത്ത, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നുള്ള ഭാവം എപ്പോഴും നമുക്കുണ്ട്. നമ്മൾ ഇത് മാത്രം ഭഗവാൻ നോക്കിയാൽ മതി. എനിക്ക് ശമ്പളം കയറ്റി കിട്ടണം, ബോണസ് കിട്ടണം, നല്ല വീട് വേണം, നല്ല കുടുംബം വേണം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം, ഇതൊക്കെ ഭഗവാൻ നോക്കിക്കൊള്ളും. ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ലേ? പൂർണ്ണമായിട്ടും നമ്മളുടെ ഈവൻ ആ ഫ്രീഡം ഇല്ലേ, ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് ഫ്രീഡം, അതും കൂടിയും ഭഗവാന് സമർപ്പണം ചെയ്യണം. എങ്ങനെ അർജുനൻ പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്തോ അതേപോലെ. അപ്പോൾ മാത്രമേ ഭഗവാൻ നമ്മളെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തിട്ട് ഭഗവാൻ നയിക്കുള്ളൂ. ഇപ്പൊ നമ്മള് ഇത് ഞാൻ ചെയ്തോളാം കേട്ടോ, ഭഗവാൻ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിക്കാം, അപ്പൊ എനിക്ക് വേണ്ടുന്നത് സാധിച്ചു തന്നാൽ മതി. ഇതല്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, അല്ലേ? ഇതെപ്പം മാറുന്നു, പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നു, അപ്പൊ ഭഗവാൻ നമ്മൾ പൂർണ്ണമായിട്ടും സംരക്ഷിക്കും. ആവശ്യമുള്ള തരും, ആവശ്യമില്ലാത്ത തരൂല്ല, നമ്മളെ അപകടത്തിൽ ചെന്ന് ചാടിക്കില്ല. ഇവിടെ പറയുന്നത് കിങ് കുലശേഖര സ്പീക്സ് ഓൺ ബിഹാഫ് ഓഫ് ആൾ ദോസ്, നമ്മളെ ബിഹാഫിലാണ്, who forget to chant the holy names. These verses are meant for all of us who are missing the opportunity of achieving perfection through chanting. If we do not call on the Supreme Lord, then we will have to face all kinds of miseries. ഭഗവാന്റെ നാമം നമ്മൾ ജപിക്കുന്നില്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരും. കുലശേഖര മെൻഷൻസ് ദ പെയിൻ ഓഫ് ലിവിങ് ഇൻ ദ വൂംബ്. അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ട് കപില ഇൻസ്ട്രക്ഷൻ ടു ദേവഹൂതി, കപില ഉപദേശം നമ്മൾ വായിച്ചാൽ, എസ്പെഷ്യലി ആ ഗർഭാവസ്ഥയിലുള്ള ആ ഒരു സെക്ഷൻ വായിച്ച് നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് വെരി വെരി പെയിൻഫുൾ, ദ പെയിൻ ഓഫ് ലിവിങ് ഇൻ ദ വൂംബ്. Lord Kapila provides graphic details of that ordeal in his teachings to his mother Devahuti. Third canto ആ സെക്ഷൻ വായിച്ചാൽ 31st chapter ആയിട്ട് തോന്നും. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് സംഗതി എന്നത്. So bitten again and again all over the body of the hungry worms in the abdomen itself, child suffers terrible agony. ഇത് തൻ്റെ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ആ ശിശുവിൻ്റെ കാര്യമാണ്. എന്തെന്ന് പറയാ, ചെറിയ ചെറിയ വേംസ്, കീടങ്ങൾ, അതിങ്ങനെ ആ ശിശുവിനെ എപ്പോഴും കടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃമികളും ആ വേംസ് എല്ലാം അത് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അഗണി, അതിൻ്റെ ആ ക്ലേശങ്ങള് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വീണ്ടും വീണ്ടും എഗെയിൻ ആൻഡ് എഗെയിൻ. പിന്നെ അതിൻ്റെ തന്നെ മലമൂത്രത്തിൽ തന്നെ അത് കിടക്കുന്ന, ആ സഞ്ചിയിലാണ് കിടക്കുന്നത്, അത് വേറെ ഗണി. പിന്നെ അമ്മ കഴിക്കുന്ന ഭക്ഷണം അത് സ്പൈസി ആണെങ്കിൽ അതിനെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യും ആ കുട്ടിയെ. അപ്പോൾ ആ അഗണി പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് ഓഫ് ഹിസ് ടെൻഡർനെസ് ഹി ദസ് ബിക്കംസ് അൺകോൺഷ്യസ് moment after moment because of the terrible condition. Then, owing to the mothers eating bitter, pungent foods or food which is too salty, too sour, the body of the child incessantly suffers pains which are almost intolerable. Yeah, 331, 7-8. ഇതിലാണ് third canto, 31st chapter വായിച്ചാൽ കംപ്ലീറ്റ് അതിൻ്റെ എക്സ്പ്ലനേഷൻ പർപ്പോട്ടിൽ പ്രഭുപാദ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അമ്മ കഴിക്കുന്ന ഭക്ഷണം, പഞ്ചൻ ഫുഡ്, ബിറ്റർ, ടു സോൾട്ടി, ടു സവർ, ടു സ്പൈസി, ഇതെല്ലാം തൻ്റെ കുട്ടിയെ ബാധിക്കുക. പക്ഷെ അമ്മയ്ക്ക് അറിയുന്നില്ല ഇതെങ്ങനെ ബാധിക്കുന്നു. എല്ലാം കുട്ടിയെ ബാധിക്കുന്നു. ആൻഡ് ഇൻസെസൻ്റ്ലി, കണ്ടിന്യൂസ്ലി സഫേഴ്സ് പെയിൻസ് ബിക്കോസ് ഓഫ് ദാറ്റ് വിച്ച് ആർ ഓൾമോസ്റ്റ് ഇൻടോളറബിൾ. അത് ടെൻഡർ സ്കിന്നാണല്ലോ, വളരെ സോഫ്റ്റ് സ്കിന്നാണ്. അപ്പം ആ ചെറിയൊരു ഇത് മതി കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല.
So people refuse to recognize these facts, and that is one reason they do not take shelter of the holy name. ഇന്നത്തെ മോഡേൺ സയൻസിനും കൂടി ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല. അത്രയും ക്ലിയർ ആയിട്ടാണ് ഏത് മാസത്തിൽ കൺസീവ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ഗ്രോത്ത് ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, എപ്പോൾ അവയവങ്ങൾ വരുന്നു, എപ്പോൾ ബുദ്ധി വരുന്നു, ഇതെല്ലാം ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് 5000 വർഷം മുമ്പേ വ്യാസദേവൻ ഭാഗവത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് നമ്മളെല്ലാം പ്രിമിറ്റീവ് സ്റ്റേജിലാണ് അതൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജ്ഞാനം എവിടുന്ന് കിട്ടി? പ്രിമിറ്റീവ് ആൾക്കാർക്ക്. അപ്പൊ ഇതൊന്നും സാധാരണ ആൾക്കാരെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഈവൺ ഇഫ് ദേ ആർ റിമൈൻഡഡ് ഓഫ് ദ പെയിൻസ് ദേ സഫേർഡ് ഇൻ ദ പാസ്റ്റ്, ദേ ക്ലെയിം ദാറ്റ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ നൗ ബിക്കോസ് ദേ ആർ ഫ്രീ ഫ്രം ദ പെയിൻ. ഇപ്പൊ ആ സമയത്ത് പെയിൻ അത് കഴിഞ്ഞു പോയില്ലേ, കഴിഞ്ഞ കാര്യമല്ല, അതിനെ പറ്റി എന്തിനാ നമ്മൾ ഓർത്തിട്ട് ദുഃഖിക്കുന്നത്? അതാണ് നമ്മളുടെ വാദം. But a person who disregards natural and scriptural law guarantees that he will suffer the same torments he claims to have forgotten. Srila Prabhupada writes, one who does not take heed of these indications of suffering in human existence is said to be undoubtedly committing suicide. Spiritual suicide ആണ് നമ്മൾ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം നമ്മൾ ഇതൊന്നും ഫ്രീ ആവാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് മുക്തി കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ, ഭഗവത് ധാമിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വി ആർ കമ്മിറ്റിംഗ് സ്പിരിച്വൽ സൂയിസൈഡ്. നമ്മുടെ ശരീരം മാത്രമല്ല, ആത്മാവിനെയും കൂടിയും കൊല്ലാണ്. കാരണം ആത്മാവിന് മരണമില്ല, അറിയാം. എങ്കിലും കൂടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് വരാനുള്ള ആ ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ് അല്ലേ. നമുക്ക് ഈ മനുഷ്യജന്മത്തില് നമുക്ക് ഭഗവത് പ്രാപ്തി നേടാനുള്ള എല്ലാ അവസരവും ഭഗവാൻ ഒരുക്കി തന്നു, പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സൂയിസൈഡ് അല്ല നമ്മൾ ചെയ്യുന്നത്. സോ വൈഷ്ണവ പോയട്രി ഈസ് ഫിൽഡ് വിത്ത് വേദിക് ട്രൂത്ത്സ് ആൻഡ് ക്യാൻ ബ്രിങ് ദ അറ്റ്മോസ്റ്റ് ബെനിഫിറ്റ് ആസ് വെൽ ആസ് പ്ലഷർ ടു ദ ഇയർ ആൻഡ് ഹാർട്ട്. ഇൻ ദിസ് സിംഗിൾ ശ്ലോക, King Kulashekara has given as a poignant description of our unfortunate predicament with a hint of hope for ultimate salvation. അതായത് നമ്മളുടെ അൾട്ടിമേറ്റ് സാൽവേഷൻ, ലിബറേഷൻ ഉള്ള ആ ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ നമുക്ക് കുലശേഖർ ആൾവാർ തന്നിരിക്കുകയാണ്. If we can grasp the message of even this one verse and also feel it and act upon it, then we can save ourselves unlimited grief. എന്താണ് പറയുന്നത്? അപ്പൊ ഈ ഒരു വേഴ്സ് 53 വേഴ്സസ് ഉണ്ട് ഇതില് അല്ലേ, മുകുന്ദമാലയില്. എല്ലാം ഒന്ന് പഠിച്ച് ബൈഹാർട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു വേഴ്സ് മാത്രം നമ്മൾ മനസ്സിലാക്കി അതിനെ മനനം ചെയ്ത് അത് നമ്മൾ ഉൾക്കൊണ്ട് അത് പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ആ പെർപെച്വലി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ക്ലേശങ്ങൾ നമുക്ക് മുക്തി കിട്ടും. അതായത് ഭഗവത് പ്രാപ്തി, ഭഗവാന്റെ ധാമിലേക്ക് നമുക്ക് ഈ ജന്മത്തിൽ തന്നെ പോവാൻ പറ്റും. അപ്പൊ വീണ്ടും ഒരു അമ്മയുടെ ഉദരത്തില് ഒരു ശിശുവായിട്ട് ജനിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. ഈ ശ്ലോകം നമ്മൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അത് പ്രകാരം ജീവിക്കുകയാണെങ്കിൽ. അതാണ് കിങ് കുലശേഖര ആൾവാർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. One who does not take heed of these indications of suffering in human existence is said to be undoubtedly committing suicide. ഇത് 7th canto 31st chapter 9th വേഴ്സിന്റെ പർപ്പോട്ടിൽ നിന്നെടുത്താണ് ഈ പാരഗ്രാഫ്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യസ്യ കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ताय गो प्रेमानंदे, हरि हरि गो. हरे कृष्णा.